പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം വലിയൊരു കോമാളി സമരം കണ്ടു. അത് വേണ്ട ഇതാണ്, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. സ്വർണം കെട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ, സ്വർണം കെട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ, ലോഹം കെട്ടവരാരപ്പ സഖാക്കള. അപ്പോൾ ഈ നിരന്ന് നിൽക്കുന്ന ആൾക്കാരെ കണ്ടല്ലോ, നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ 19 പേരാണ്. അതിലെല്ലാവരും അതിൻ്റെ അകത്തില്ല, എങ്കിലും അവരെ പ്രതിനിധീകരിച്ചുള്ള UDFൻ്റെ MP-മാരാണ്. എന്താണ് അവർ പറയുന്നത്? ഇപ്പോൾ ഈ ശബരിമലയിൽ ആദ്യമായിട്ട് ഈ പോറ്റിയെ കയറ്റിയ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രയാർ ഗോപാലകൃഷ്ണൻ ചെയർമാനായിട്ടിരിക്കുമ്പോൾ, ദേവസ്വം ബോർഡ് ചെയർമാനായിട്ടിരിക്കുമ്പോൾ ശബരിമല തന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ കുറച്ച് ആൾക്കാരെ ശിങ്കിടികളായിട്ട് വെക്കുമല്ലോ. അപ്പോൾ ആ കൂട്ടത്തിലാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവരുന്നത്. അതിനുശേഷം അയാളെ അകത്ത് കയറ്റിയത് ഈ പറഞ്ഞ പോലെ പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന കോൺഗ്രസിൻ്റെ ഭാരവാഹിയും അവിടുത്തെ ക്ഷേത്രതന്ത്രിയുമായിട്ടുള്ള ആൾക്കാരാണ്, അന്ന് ഇടതുപക്ഷമല്ല. അതിനുശേഷം പിന്നീട് ഇയാൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തതും ഇതേ ആൾക്കാരൊക്കെ തന്നെയാണ്. ശബരിമല 18-ാം പടിയിലുള്ള കാര്യങ്ങൾ, 18-ാം പടിക്ക് മുകളിലുള്ള കാര്യങ്ങളിലെ എല്ലാ അന്തിമ തീരുമാനവും എടുക്കുന്നത് ശബരിമല തന്ത്രിയാണ്. അതറിയാൻ വയ്യാത്തവരൊന്നുമല്ല. ഈ സമരം നയിക്കുന്നവർക്കും അറിയാം അവർ ചെയ്യുന്നത് ശരിക്കും എല്ലാം അറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു സമരമാണെന്ന് അവർക്കും അറിയാം, ഇതിൻ്റെ അകത്ത് യഥാർത്ഥ സത്യമൊക്കെ. പക്ഷെ അവർക്ക് കിട്ടിയൊരു അവസരം വർഗീയത ആളിക്കത്തിക്കുക, അതിൽ നിന്ന് നേട്ടം ഉണ്ടാക്കുക. കാരണം രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു വോട്ട് പോലും കിട്ടത്തില്ല. പിന്നെന്താണ് ചെയ്യാൻ പറ്റുന്നത്? വർഗീയത. അത് BJPക്കാലും നന്നായിട്ട് ഉപയോഗിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സമരം നടത്തുന്നത്. നമുക്ക് കഴിഞ്ഞ 10 വർഷമായിട്ട് എങ്ങനെ പോയാലും 19 MP-മാർ ഇവിടുന്ന് പാർലമെൻറ്റിലേക്ക് UDFൻ്റേതായിട്ടുണ്ടായിരുന്നു. ഇവർ ഇതുവരെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിൽ കേരളത്തിന് വേണ്ടി ശബ്ദിച്ചിട്ടുണ്ടോ? കേരളത്തിലെ ഒരു പകുതി വോട്ടോളോ അല്ലെങ്കിൽ പകുതി കൂടുതൽ വോട്ട് നേടി പകുതി കൂടുതൽ ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണിവർ. ഇവിടെ കേരള ഇടതുപക്ഷം ഭരിക്കുന്നെങ്കിലും UDFനും BJPക്കും ഒക്കെ വ്യക്തമായ ഒരു വോട്ടുകൾ ഉണ്ട്. അപ്പോൾ ആ വ്യക്തമായ വോട്ടുകൾ നേടി കേരളത്തിലെ നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലും സംസാരിക്കുമെന്ന് വിചാരിച്ച് പറഞ്ഞു വിട്ട വേങ്ങന്മാരാണ് ഈ നിൽക്കുന്നത്. അവരാണ് ഈ സമരം ചെയ്യുന്നത്. ഇവർ ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യത്തിന്, നമ്മുടെ കേരളത്തിലെ GST വിഹിതം തന്നെ കേരളത്തെ മൊത്തത്തിൽ ഞെക്കിക്കൊല്ലുന്ന രീതിയിൽ അവർ പിടിച്ചു വച്ചിരിക്കുകയാണ്. അത് അവർ തരുന്നില്ല. ആ കാര്യത്തിലൊരു സമരത്തിന് ഈ പറഞ്ഞ UDFൻ്റെ ഒരു നേതാക്കന്മാരും മുന്നോട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് വെട്ടിക്കുറച്ചു, തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറച്ചു. ഇപ്പോൾ തൊഴിലുറപ്പ് തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. സാധാരണക്കാരെ ബാധിക്കുന്ന കാര്യമാണ്. 100 കണക്കിന് അമ്മമാർ തൊഴിലുറപ്പ് ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ എന്തും വേണ്ടി ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ. അതെന്ന് പേര് മാറ്റിയത് മാത്രമല്ല, അതിനെ ഇല്ലാതാക്കാനുള്ളൊരു ശ്രമം കൂടിയാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്തത് മുത്തലാഖ് വിഷയം വന്നു, പൗരത്വ ബില്ല് വന്നു, NRC വന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും വന്നപ്പോഴൊന്നും ഇവരാരെങ്കിലും നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട്, ഇവരെ തിരഞ്ഞെടുക്കപ്പെട്ട് നമ്മൾ വിട്ടിട്ട് ഇവരാരെങ്കിലും ആ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ചോദ്യം ചോദിക്കുമോ മറ്റെന്തെങ്കിലും ചെയ്തതായിട്ട് നിങ്ങൾക്കറിയാമോ? ഇപ്പോൾ തന്നെ നമുക്കറിയാം, റേഷൻ കാർഡുകളൊക്കെ ഇപ്പോൾ വെട്ടി മാറ്റി, അതായത് മഞ്ഞക്കാർഡുകാരെ എല്ലാം വെട്ടി മാറ്റണം. ഇവിടെ അതിദാരിദ്ര്യമായിട്ട് പ്രഖ്യാപിച്ചു, അതുകൊണ്ട് ഇനിയും മഞ്ഞക്കാർഡൊന്നും കൊടുക്കാണ്ട് പിണറായി വിജയൻ പറഞ്ഞ ഒരാളുണ്ടല്ലോ, ആ പേര് ഞാനിവിടെ ഉദ്ദേശിക്കുന്നില്ല, അതായത് പ്രേമചന്ദ്രൻ. അദ്ദേഹം ഇപ്പോൾ പാർലമെൻറ്റിൽ പോയി ആകെ ചെയ്ത ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മഞ്ഞക്കാർഡുകൾ വെട്ടി മാറ്റണം, മഞ്ഞക്കാർഡുകാർക്ക് ആനുകൂല്യം കൊടുക്കരുത്. കാരണം എന്താ? കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ലാതായി. ഇനിയിപ്പോൾ അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇവർക്കൊന്നും ആനുകൂല്യം കൊടുക്കണ്ട എന്ന തരത്തിലുള്ള ചോദ്യം ചോദിച്ച് അവിടെയും കേരളത്തിനിട്ട് പണിയാൻ നോക്കിയ ആളാണ് UDFൻ്റെ ഭാഗമായിട്ട് ഇന്ന് പ്രേമേന്ദ്രനെ തന്നെ അറിയത്തില്ല. പ്രേമേന്ദ്രൻ UDFിലാണോ അതോ BJPയിലാണോ എന്നൊന്നും അറിയത്തില്ല. എങ്കിലും വലിയ താമസമില്ലാതെ തന്നെ ഒരുപക്ഷെ BJPയിലേക്ക് പോകാൻ സാധ്യതയുള്ളൊരു നേതാവ് കൂടിയാണ് പ്രേമേന്ദ്രൻ. പിന്നെ നമ്മുടെ വയനാട്ടിലെ കാര്യം അറിയാമല്ലോ. വയനാട്ടിലെ പാവപ്പെട്ട ആൾക്കാർക്ക് പ്രധാനമന്ത്രി വന്നൊരു കൊച്ചിനെ എടുത്ത് ഉമ്മ വെച്ച് പോയതല്ലാതെ ഒരു മിഠായി, ആ കുഞ്ഞിനുള്ള ഒരു മിഠായിക്കുള്ള പൈസ പോലും കൊടുത്തിട്ടില്ല. ഇതിനെതിരെ ഇവന്മാരെന്തെങ്കിലും ഒരു അക്ഷരം അവിടെ പോയി മിണ്ടിയിട്ടുണ്ടോ? പിന്നെ ആ കാര്യത്തിൽ അവർക്ക് മിണ്ടാൻ പറ്റത്തില്ല. അത് വേറൊരു കാര്യമുണ്ട്. കാരണം എന്താ അറിയാമോ? ഇതേ പേരും പറഞ്ഞ് കട്ടുമുടിച്ചവന്മാരാണ് ഇവിടെ.
ഈ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ തന്നെ അവന്മാർ പണ്ട് പ്രളയ സമയത്ത് 1000 വീട് കൊടുക്കാമെന്നും പറഞ്ഞ് കുറേ കാശുണ്ടാക്കി. വി.ഡി. സതീശൻ വിദേശത്ത് പോയി കുറേ കാശ് പിരിച്ച് വീട് വെച്ച് കൊടുക്കാമെന്നും പറഞ്ഞ്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ 100 വീട് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു, അതില്ല. സിദ്ധരാമയ്യ പ്രഖ്യാപിച്ചു 100 വീട്, അതില്ല. പിന്നെ 30 വീട് പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ്, അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവസ്ഥ നമ്മൾ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ അത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ഫിറോസും എല്ലാം കൂടെ പുട്ടടിച്ച് തീർത്തത്. പിന്നെ വയനാടിൻ്റെ MLA ടി സിദ്ദിഖിൻ്റെ പേരിൽ MLA എന്ന നിലയിൽ ആ സമയത്ത് രൂപ വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ അയാൾ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവർ KPCCയും ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വെറുതെ പറയല്ലാതെ ഈ വീട് നിർമ്മാണം ഇതുവരെയായിട്ടും ആയിട്ടില്ല. കുറേ പാവത്തങ്ങളെ പറ്റിച്ച് അവർ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ഇവരെ വിശ്വസിച്ച് 15 ലക്ഷം വാങ്ങിച്ചു കൊണ്ടുപോയി. ഇപ്പോൾ അവർക്ക് ആ 15 ലക്ഷവും ഇല്ല, വീടും ഇല്ല, എങ്ങനെ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു വിഭാഗമാണ് ഈ കോൺഗ്രസ്. അവർക്കിപ്പം രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് പിടിക്കാൻ ഇവിടെ പറ്റത്തില്ല. നമുക്കിവിടെ നാട്ടിൽ പ്രളയം ഉണ്ടായി, അന്ന് ഇവരെന്ത് ചെയ്തു? എന്തെങ്കിലും ചെയ്തോ? അല്ലെങ്കിൽ പ്രളയത്തിന് നമുക്ക് ധനസഹായത്തിന് വേണ്ടി ഇതുപോലെ അവർ കേന്ദ്രത്തിൻ്റെ പടിവാതിക്കൽ പോയി ഒരു സമരം ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ 2 തവണയാണ് പ്രളയം വന്നത്. കോവിഡ് കാലം വന്നു. പ്രളയത്തിൽ നമുക്ക് ഹെലികോപ്റ്റർ വാടക ഉൾപ്പെടെ തിരിച്ചടയ്ക്കേണ്ട അവസ്ഥയുണ്ടായി. ഇപ്പോൾ ഈ സമയത്തൊന്നും പ്രതികരിക്കാത്ത ഇവന്മാർ ഇപ്പോൾ ഈ ശബരിമല വിഷയവും പറഞ്ഞുകൊണ്ട് വലിയൊരു അവസരമാക്കിക്കൊണ്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് എന്തിനാണ്? വോട്ട്, തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത്. ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം നിയമസഭയാണ്. അതിനാണ് ഇപ്പം ഈ ഒരു പാട്ടിൻ്റെ ബലത്തിലാണ് ഇവർ ജയിച്ചിരിക്കുന്നതെന്നുള്ള, തദ്ദേശ സ്ഥാപനങ്ങൾ ജയിച്ചിരിക്കുന്നതെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആ പാട്ട് ഏറ്റെടുത്ത് അതുമായിട്ട് ഇപ്പോൾ പാർലമെൻറ്റിൽ പോയിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്ക് പറയാം. നമുക്ക് ഓരോ വാർഡിലും കൂടുതലും വ്യക്തികളെ ആണ് ആൾക്കാർ സെലക്ട് ചെയ്യുന്നത്. പാർട്ടി എന്നതിലുപരി ഓരോ വ്യക്തികളും ആ സമൂഹത്തിൽ ചെലുത്തുന്ന പ്രാധാന്യവും കാര്യങ്ങളൊക്കെ തന്നെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് ബാധകമാണ്. അപ്പോൾ അത് ആര് നല്ല സ്ഥാനാർത്ഥി നിർത്തുന്നോ അവർ ജയിക്കും. കൂടുതലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു പാട്ടിൻ്റെ ബലത്തിലാണെന്നും പറഞ്ഞു. പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അയ്യപ്പനെ സംരക്ഷിക്കാൻ നടക്കുന്നവർ അയ്യപ്പനെ ഏറ്റവും മോശമാക്കിക്കൊണ്ട് അയ്യപ്പൻ്റെ പേരും പറഞ്ഞൊരു പാട്ട്, പാരഡിപ്പാട്ട് എഴുതുകയാണ്. ഇതിൽ വലിയ അധിക്ഷേപം എന്താണ് അയ്യപ്പനെതിരെ ഉള്ളത്? ഇതിൽ വലിയ അധിക്ഷേപങ്ങളൊന്നും വേറെ ഇല്ല. കാരണം അത്രയ്ക്കും മോശമായിട്ടുള്ളൊരു പാട്ട് എഴുതിക്കൊണ്ട് അയ്യപ്പൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഇവരിപ്പോഴും നടക്കുകയാണ്. ഇവർ വിചാരിക്കുന്നത് ഈ പേരും കൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്നാണ് ഈ കള്ളന്മാരെല്ലാം വിചാരിച്ചിരിക്കുന്നത്. കള്ളന്മാരെന്ന് തന്നെ പറയണം. കാരണം ഇവർ പലരും, കേന്ദ്രത്തിൽ പോയവർ പലരും ഇപ്പം നിയമസഭാ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലം കണ്ടുകൊണ്ട് ഇപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ചാടാൻ നിൽക്കുകയാണ്. നമുക്കറിയാമല്ലോ, KC വേണുഗോപാൽ ഒരു സീറ്റുണ്ടായിരുന്നത്, അപ്പോൾ ആ രാജ്യസഭയിലുണ്ടായിരുന്ന ഒരു സീറ്റ് കൊണ്ടുവന്ന് രാജിവെച്ചിട്ടാണ് ഇവിടെ ആലപ്പുഴ വന്ന് മത്സരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഇത്രയും വർഷം ഇപ്പം തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് ഇത്രയും നാളായി എന്ത് ചെയ്തെന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾ കണ്ടിട്ടുമില്ല. ആലപ്പുഴക്കാരനാണ്. ഇപ്പം ഞങ്ങൾ ഇതുവരെയായിട്ട് ഇദ്ദേഹത്തിന് ഈ ആലപ്പുഴയിലെ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് കണ്ടിട്ടില്ല. തെരഞ്ഞെടുപ്പും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ടെന്നല്ലാതെ യാതൊരു കാരണവശാലും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ആലപ്പുഴയ്ക്ക് വേണ്ടി എന്തെങ്കിലും പോയി പാർലമെൻറ്റിൽ പറഞ്ഞായിട്ടും നമുക്കറിയത്തില്ല. ഈ KC വേണുഗോപാൽ ഇപ്പോൾ ഉടനെ മുഖ്യമന്ത്രിയാകാനുള്ള പരിപാടിക്ക് ഇങ്ങോട്ട് തയ്യാറെടുക്കുകയാണ്. രമേശ് ചെന്നിത്തലയുണ്ട്, V.D. സതീശനുണ്ട്. അങ്ങനെ പല ആൾക്കാരിങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കുകയാണ് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി. കാരണം അവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. ആയിക്കോട്ടെ, അവർ സന്തോഷിച്ചോട്ടെ. അവർക്ക് ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലും ഭരിക്കാനൊക്കെ ഉള്ള അവകാശം കിട്ടി. അതൊക്കെ നല്ലത് തന്നെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഈ അളിഞ്ഞ രാഷ്ട്രീയം, നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് പിടിക്കാനുള്ള തൻ്റെ ഇടം ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വട്ടപൂജ്യം. അവർക്ക് രാഷ്ട്രീയം പറയാൻ പറ്റത്തില്ല. രാഷ്ട്രീയം പറഞ്ഞാൽ അവർക്ക് വോട്ട് കിട്ടത്തില്ല. പിന്നെ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതും ഈ ഒരു പാട്ടോ കാര്യങ്ങളോ ഒന്നുമല്ല ജനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നത്. ഒരു ആൾക്കാർ ആ ഒരു വിഷയത്തിൻ്റെ പേര് വോട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതുകൊണ്ട് മാത്രമാണ് കേരളം ഒട്ടാകെ ഇവർ ഭൂരിപക്ഷം നേടിയെന്നുള്ള രീതിയിൽ അതുമായിട്ട് പോയി കഴിഞ്ഞാൽ ഇവർ വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. പ്രതിപക്ഷ നേതാവായിട്ട് ചെന്നിത്തല വരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ചെന്നിത്തല തന്നെ നിങ്ങളെന്തുകൊണ്ടായി ചെന്നിത്തല തന്നെ വരുമെന്ന് പറഞ്ഞത്? ചെന്നിത്തല വരുമെന്ന് പറഞ്ഞത് V.D. സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അയാൾ ഇനി അധികാരത്തിൽ എത്തിയില്ലെങ്കിൽ അയാൾ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാണ് പറഞ്ഞത്. അപ്പം സ്വാഭാവികമായിട്ട് ഇനി V.D. സതീശൻ മാത്രമല്ലേ വരുത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ.